ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണ്. ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരാ. ഇന്ന് ഞാനിതാ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കാണിക്കുന്നത്. അപ്പം ഇന്ന് കറിക്കായിട്ട് ഞാനിതാ നമ്മളുണ്ടാക്കിയ കുമ്പളങ്ങയാണ് പറിക്കണത് കേട്ടോ. അപ്പോൾ ഒരു 4 കുമ്പളങ്ങ ഇട്ട് ഇവിടെ ഉണ്ടായിക്കണം. അപ്പം ഞാൻ ഇതിലാറെ വലിയതാവുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയും അപ്പോൾ ഇത് വലുതാവണമൊന്നുമില്ല. ഈ വലിപ്പത്തിൽ തന്നെ ഒരാഴ്ചൻ്റെ മേലെയിട്ടോ നിൽക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ നല്ല മൂത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഞാനിതാ ഇന്നത് കറി വെച്ചോക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇതാ നമ്മളെ ചെറിയ നാത്തൂനും കുട്ടികളും ഓലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ ചോറൊക്കെ ആയിനു. പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നപ്പോഴാണ് ഓല് വിളിച്ചത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഓല് വണ്ടൂർക്കാണ് പല്ല് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറിപ്പോന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ഉച്ചൻ്റെ സമയത്തല്ല, അപ്പം ഇവിടുന്ന് ഫുഡ് ഇവിടുന്ന് കഴിച്ചോളില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനോട് അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് ചോറും വെക്കണം. പിന്നെ അതാ ഈ കുമ്പളം കെട്ടുങ്ങാണ്ട് കുറച്ച് കറി ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. നമ്മളെ ഫ്രിഡ്ജിൽ എപ്പോഴും കുറച്ച് ചിക്കൻ കാണും കേട്ടോ. ഞാൻ ചിക്കൻ കൊണ്ടുവരുമ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഞാൻ കുറച്ച് അവിടെ എടുത്ത് വെക്കലുണ്ട്. ഒരു ചിക്കനെ കൊടുന്നപ്പോൾ ഫുള്ളൊന്നും വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഫ്രൈ ആക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ചും അങ്ങനെ വെക്കലുണ്ട്. അതുപോലെ ഒന്ന് കുറച്ചുണ്ടായിന്. അപ്പോൾ ഞാൻ ഈ കുമ്പളം കെട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുമ്പളങ്ങ കണ്ട പോലെ ഒന്നല്ല കേട്ടോ, നല്ല മൂത്തീനു. കത്തി കൊണ്ടൊന്നും വെട്ടിയിട്ടൊന്നും ദിമക്ക് ഏൽക്കണില്ല, അത്രയും മൂപ്പേനു. പിന്നെ ഒരുപാട് വലിപ്പം കാര്യമൊന്നും വെക്കാത്ത കുമ്പളങ്ങ എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ഞാനിതാ അത് 2 പീസാക്കിയിട്ടോ. പിന്നെ ഒരു 3/4 ഭാഗം ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചു. കാരണം ഓരും കൂടെ അല്ലതല്ലേ. അപ്പോൾ നല്ലൊരു കറി, കുറച്ച് കൂടുതൽ കറി ഉണ്ടാക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആദ്യം ചോറ് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വഴുതന ഉണ്ടായിന്, അത് ഉപ്പേരി വെച്ചിക്കണ്. പിന്നെ കുറച്ച് പയറുണ്ടായിന്, അങ്ങനെ അതും ഉപ്പേരി വെച്ച്, അങ്ങനെ 2 വീതം ഉപ്പേരി വെച്ചിരുന്നു കേട്ടോ. ഇതൊക്കെ ഇതിൽ ഞാൻ വീഡിയോ ഫുഡ് കഴിക്കണമൊക്കെ ഞാൻ കാണിക്കാൻ ശ്രദ്ധ വിട്ടുപോയിട്ടോ. പിന്നെ ഓല് ഫുഡ് കഴിക്കണം മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട് 4 മണിക്ക്. അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഒരു വേജാറിൽ അങ്ങനെ എടുക്കാൻ ശ്രദ്ധ വിട്ടതാട്ടോ. അതാണ് ഫുഡ് കഴിക്കണമെന്ന് അങ്ങനെ കാണാഞ്ഞത്. അങ്ങനെ ഞാനിതാ കുറച്ചും കൂടെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാണ് കേട്ടോ ചെയ്യണത് ചോറിന് വേണ്ടിയിട്ട്. പിന്നെ ഇതാ ചിക്കൻ ആദ്യം തന്നെ മസാല കൂട്ടിങ്ങാണ്ട് അത് അടുപ്പത്ത് വെച്ച് വേവിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ കുമ്പളം കെട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം നമ്മളെ കാക്കൂന് നല്ലപോലെ വേവണം കേട്ടോ. ചിക്കനാണെങ്കിലും മീനെല്ലാം നല്ല എന്ത് വേവിക്കണമെങ്കിലും പറയും നല്ലോണം വെന്തോട്ടോ അങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ആദ്യം തന്നെ ഒരു 3-4 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിസിൽ പോയതിൻ്റെ ശേഷമാണ് ഞാൻ തുറന്നുങ്ങാണ്ട് കുമ്പളങ്ങയും കൂടി ഇട്ട് വേവിക്കുന്നത്. കുമ്പളങ്ങ നല്ല മൂത്തതായതുകൊണ്ട് നല്ല വേവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 വിസിലൊന്നും അടിച്ചിട്ട് വേവ് തീരെ കുറവായിരുന്നു. അപ്പോൾ ഏതായാലും അങ്ങനെ ഞാൻ 2 വിസിലുമ്പോൾ തന്നെ ഒന്ന് നിർത്തി. ഇൻഷാ അല്ലാഹ് ഇനി വെക്കുമ്പോൾ നല്ല വേവിക്കണം. അപ്പം വലിയ കുഴപ്പമില്ലാതെ കറി കിട്ടിയിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ചിക്കനാണെങ്കിലും ബീഫിലാണെങ്കിലും കുമ്പളം കട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. ബീഫിലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് ബീഫ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന്.
ശേഷം ഞാനിതാ കുക്കർ തുറന്നുങ്ങാണ്ട് കുമ്പളം ഇട്ട് കൊടുക്കണം കേട്ടോ. കുമ്പളം ഇട്ടുങ്ങാണ്ട് 2 വിസിൽ വീണ്ടും അടുപ്പിക്കണം. അപ്പോൾ നമ്മൾ കറി കൂടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ടൊന്ന് തൂമിച്ചെടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയും കരിവേപ്പിലയും ഇട്ടിട്ടാണ് ഞാൻ തൂമിച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് പപ്പടം പൊരിക്കാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പയറുപ്പേരിയും വഴുതനങ്ങ ഞങ്ങൾ കാണിക്കാൻ മറന്നതാട്ടോ, സോറി. പിന്നെ അതൊക്കെ ആദ്യം ഞാൻ വേവിച്ച് വെച്ചിരുന്നു. നേരത്തെ ചോറിയും വേവിച്ചിരുന്നല്ലോ ആദ്യമേ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ വേവിച്ച് വെച്ചിരുന്നു. Under the boughs where the shadows play, the wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. അപ്പോൾ നമ്മൾ ചോറും കറിയൊക്കെ ഇതാ അവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാൻ മറന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. കറി ചിക്കനും കുമ്പളങ്ങിൻ്റെ കറിയും, പിന്നെ അച്ചാർ, പപ്പടം, വഴുതനപ്പേരി, അതൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഉച്ചക്കറി സ്പെഷ്യൽ. പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു, അത് തലേ ദിവസത്തിലായിരുന്നു. അത് ഞാൻ ചൂടാക്കി കാക്കൂന് കൊടുത്തിട്ട്, കാക്കൂന് ഭയങ്കര ഇഷ്ടമാണ് പയറുപ്പേരി. അപ്പോൾ അതൊക്കെയാണ് ഉച്ചക്കത്തെ സ്പെഷ്യൽ. അങ്ങനെ ഞങ്ങൾ പോലും വരാൻ വൈകിയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാനൊരു കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. Under the boughs where the shadows play, the wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh. അതൊക്കെ റെഡിയാക്കി കിച്ചൺ ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം ഞാനും ഉമ്മയും മോളും കൂടെ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുക കേട്ടോ. ഓലെ കാണാനല്ല. അപ്പം മോള് വരുന്നത് നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നല്ല മഴ. കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ ഇരുന്നു കേട്ടോ. അതിൻ്റെ പിന്നെ ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴാണ് ഒരു വരുന്നത്.
ഓർക്ക് ചായയൊക്കെ കൊടുത്തു, ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇവിടെ ഇരുന്ന് അങ്ങനെ ഒരു അസർഭാഗം കൊടുത്തിട്ടാട്ടോ അവർ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.